എന്ന് പറഞ്ഞാൽ കളം തെളിക്കലാണ്. അത് നമ്മൾ ചൂണ്ടയ്ക്കല്ല, നമ്മൾ വലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കളം വൃത്തിയാക്കലും അതുപോലെ തന്നെ നമ്മൾ അതെന്ന് വെച്ചാൽ നമ്മൾ തീറ്റയിട്ട് മീനെ നമ്മൾ അടുപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീറ്റ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വൃത്തിയാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 മാസം നമ്മുടെ ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിറക്കി കിടക്കുമായിരിക്കും. പിന്നെ നമ്മുടെ കരയിലോട്ട് ഇതായി കിടക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് കര നമുക്ക് വൃത്തിയാക്കിയേ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചിറ വൃത്തിയാക്കുന്നത് കൊണ്ട് ചിറ എന്ന് വെച്ചാൽ നമ്മുടെ ആ വീശാൻ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തീറ്റയിട്ട് നമ്മൾ മീൻ നമ്മൾ വരുത്തിയിട്ടായിരിക്കും നമ്മളിവിടെ മീൻ പിടിക്കുന്നത്. തോട്ടി സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് വ്യത്യസ്ത മീനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് തീറ്റയിട്ട് നമ്മൾ മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മിക്സിങ് ഏകദേശം കംപ്ലീറ്റ് ആണ്. നമ്മുടെ ചെറുക്കനെ കംപ്ലീറ്റ് ചെയ്തത്. അല്ലേ സംഭവം എന്തൊക്കെയായിരുന്നു? താടി എന്തൊക്കെ സംഭവം? അതെ, നമ്മളെ തിരി, നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്ന പിണ്ണാക്ക്, പിന്നെ നമ്മുടെ തവിട്, പിന്നെ ഓക്സ്, മൈദ, ചോറ്, ഇതൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ വളരെ ചുരുക്കിയാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റിലെ നമ്മൾ കളം തെളിക്കുക, വൃത്തിയാക്കുക. ഇത് കഴിഞ്ഞ് നമ്മളെ മീനിൻ്റെ വരവ് കാര്യങ്ങളെല്ലാം നോക്കി ഇത് ഇന്നൊരു ദിവസം കൊണ്ടുവന്ന് നമ്മൾ തീറ്റ ഇട്ടെന്നും പറഞ്ഞ് നാളെ മീൻ കിട്ടണമെന്നൊന്നുമില്ല. തുടർച്ച ഒരാഴ്ചയോളം നമ്മൾ തീറ്റയിട്ട് മീനെ കളത്തിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വല വീശാൻ പറ്റത്തുള്ളൂ. വല വീശിയാൽ നമുക്ക് ഒരു ഇതുണ്ടാകത്തില്ല. ഇതിപ്പോൾ തന്നെ നമ്മൾ ഈ ബോളായിട്ട് പിടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇത് തീറ്റ സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഇറങ്ങി അവിടെയുള്ള ചവറുകളെല്ലാം വൃത്തിയാക്കി മാറ്റിയിട്ട് നമ്മൾ ആ കളത്തിൽ തീറ്റ ഇടും. മറ്റേ ചൂണ്ടക്കാരനൊക്കെ നമ്മൾ ഒരുപാട് ദൂരമൊക്കെ ചെല്ലിടും. നമ്മൾ കരയ്ക്ക് ഇടുന്നില്ലേ? കരക്ക് ഒരു 3-4 മീറ്റർ ദൂരോട്ട് അവിടെ അത്രയും ഭാഗം നമുക്ക് വീശാൻ പറ്റിയ ഭാഗം, നമ്മളെ വല വിരിഞ്ഞ് വീശാൻ പറ്റിയ ഭാഗത്ത് നമ്മൾ തീറ്റ ഇട്ട് ക്ലിയർ ചെയ്യുക. അത്രയും ഭാഗം നമ്മൾ വൃത്തിയാക്കി തീറ്റ ഇട്ട് ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും തീറ്റ ഇട്ട് വൃത്തിയാക്കുന്നുണ്ട് അവരൊക്കെ. നമ്മൾ തീറ്റ ഇട്ടോണ്ടിരിക്കും. അതായത് ഇതിപ്പം ഇന്ന് വളരെ ചുരുക്കമായിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. നാളെ ഇതിൻ്റെ സാധനങ്ങൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കൂട്ടി നമ്മൾ ഓരോ ദിവസം അനുസരിച്ച് ഇട്ടിട്ട് നമ്മളെ മീനിൻ്റെ വരവ് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ സാധനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്തതിന് ശേഷമാണ് മീനിൻ്റെ വരവ് അനുസരിച്ച് നമ്മൾ വല വീശാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഈ ചിറയിൽ അറിയാമല്ലോ, നമ്മുടെ ഈ ഭാഗത്തെല്ലാം നല്ല കമ്പും കൊളിയും എല്ലാം പിടിച്ച് കിടക്കണം. അടുത്ത നമ്മൾ അവിടെ വൃത്തിയാക്കുക. കമ്പും കൊളിയും എല്ലാം മാറ്റി നമ്മൾ വൃത്തിയാക്കാൻ പോകുന്ന വീഡിയോ ആണ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വൃത്തിയാക്കാം. നിനക്ക് വേണോ? നിനക്ക് അരിവുണ്ടോ? നിനക്ക് അരിവുണ്ടാ? വാടാ, അരിവുണ്ടോണ്ടാ? ഒരു അരിവുണ്ടാക്കാന്ന് പറഞ്ഞവന് ഒരു ബോൾ ഉരുട്ട്. അത്ര തന്നെ ഇങ്ങനെ ഇരിക്കണല്ലേ? മറ്റേ ദിനോസറിന്റെ അസ്ഥി കൂടോ നമ്മൾ ഓരോ ഉണ്ട പിടിച്ചിടുമ്പോൾ അത് പൊളിഞ്ഞു പോവാതെ എറിഞ്ഞാലും പൊളിയേറി. ഇതില്ല മണ്ടരി ഉണ്ടാക്കുമല്ലോ മറ്റേ പൊങ്കാലയ്ക്ക്. ആദ്യമായിട്ട് അവർ എന്താണ് ചെയ്തത്? കളം വൃത്തിയാക്കിയേ. പക്ഷെ നമ്മൾ ഇവിടെ അതെ വേണ്ടേ അടി തന്നെ അതൊക്കെ. ഇപ്പം അങ്ങോട്ട് ഇട്ട് അടുത്ത മഴയ്ക്ക് അല്ലാണ്ട് ഇങ്ങോട്ട് വരും. നിങ്ങളുടെ നമുക്ക് ഇതെല്ലാം നമുക്ക് ഇതെന്താ പേടിപ്പിക്കുന്നവരോ ഇവിടെയൊക്കെ? അതെ, ഈ ചാലില്ലേ, ഈ ചാല് കുറച്ച് തീറ്റിട്ട് പോവാം. മീനെ കിട്ടിക്കഴിഞ്ഞാൽ കറി വെക്കാനുള്ള പാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ധാരണയാണത്. ചെറിയ ഉണ്ടായി 2-3 ഇട്ടോ അവിടെ എല്ലാം. നമ്മൾ ഇവിടെ അല്ലേ, ഇവിടെ മാത്രം പോരെ. ഇവിടെ നോട്ടെ കരള് പെട്ടെന്ന് നോട്ടെ. 2 അവിടെ ഇട് തോന്നുന്നുണ്ട്. അടിച്ചുണ്ടോ അവിടെ വന്ന്? ഇട്ട് കൊടുത്തേരെ. പാകം കഴിക്കട്ടെ, വിഷം നന്നായിരിക്കും. പോവാം. രാത്രി നമ്മൾ സ്റ്റിക്ക് അടിക്കാറുണ്ട്. സ്റ്റിക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വഴി പാത്രം ഉണ്ടാക്കിയിടണം. ഇതുണ്ടോ, തേങ്ങ ഉണ്ട് കേട്ടോ. ചമ്മന്തി അരക്കാനുള്ള തേങ്ങയുണ്ട്, കറിയൊക്കെയുള്ള കിണ്ണമുണ്ട്. പശു ഉണ്ടോ വീട്ടിൽ? പിന്നെന്തുവാ?
സ്റ്റിക്ക് അടിക്കാനോ? നമ്മൾ വഴി ഒരുക്കുക, നമ്മൾ അങ്ങോട്ട് പോകുള്ള വഴി ഇങ്ങോട്ട് പോകുള്ള വഴിയെല്ലാം നമ്മൾ തെളിച്ചെത്തുന്നത്. നമ്മൾ വഴിയും തെളിച്ചു എന്നറിയാമോ? നമുക്ക് സ്റ്റിക്ക് അടിക്കാം. ബാ, ഇതാണ് മൂത്താശ്ശേരി. ഉണ്ടായിരുന്നു എവിടെ ഇതുണ്ടാ? നമ്മൾ ഈ പാലടിച്ചതുണ്ടാ? ഈ പാലടിച്ച് കിടക്കുന്നിടത്ത് സാധനം കയറുന്നതാണ്. പക്ഷെ നമുക്ക് അത്രയും ദൂരം വീശാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും. പാടത്തെ എവിടാ? അങ്ങനെ അത് പൊടിച്ചാൽ എങ്ങനെയാത്? മണ്ണോ? അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ മീന സ്ഥലമാണ്. ഇവിടെ നമ്മൾ വേണ്ടേ, ഇവിടെ നല്ല ചവറുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ വല വീശിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം താഴ്ന്നുണ്ട്. ആ കാണുന്ന കര മൊത്തം താഴ്ന്ന സമയമായിരിക്കും. നമ്മുടെ കാല് പറഞ്ഞിട്ട് കഴിയുമ്പോഴാണ് വെള്ളത്തിനും കയറുന്നത്. നമ്മൾ വൃത്തിയാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കേണ്ടി വരത്തില്ല. നമുക്ക് അതായത് നമ്മുടെ ഐറ്റത്തിൽ കയറുന്നതാണ് ഇത്. എടുത്ത് ചാടാൻ എടുത്ത് ഇതുണ്ട എൻ്റെ വേണ്ട. നമ്മൾ ഇവിടെ മേലെ വല വരാറുള്ളൂ. ഇവിടെ മേലെ വൃത്തിയാക്കി അറിയാം. അവിടുന്ന് അടിച്ചാൽ ഇവിടെ മേലെ ഒരു ഇത്ര മീറ്റർ വല വരുന്നത് വരെ നമുക്ക് വൃത്തിയാക്കിട്ടാൽ മതി. ഇവിടെ നിന്നവിടെ ഏതാ? അങ്ങനെ നമ്മളെ നേരം ഇരുട്ടി വരുന്നുണ്ട്. എടി നമുക്കിനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സമയം കളയില്ല. പെട്ടെന്ന് പറയാൻ വാ. തീറ്റയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ പാടം കണ്ട ഒരു പേടി വന്നു എനിക്ക്. ഇനിയെന്തുവാ? നമ്മളിതിൻ്റെ റിസൾട്ട് നമ്മൾ നൈറ്റ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കും. നമ്മൾ